അമ്മേനെ മിസ് ചെയ്യുന്നുണ്ടോ? അമ്മേനെ മിസ് ചെയ്യുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് മിസ് ചെയ്യും. പക്ഷേ ഞാൻ എടുക്കാറില്ല, ഞാൻ പുറത്തോട്ട് കൊണ്ടുവരാറില്ല. പുറത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞ് ഇന്ന് എനിക്ക് രാവിലെ ഞാൻ പൂജയ്ക്ക് പോകുന്ന സമയത്ത് ചിന്തിച്ച ഇത്രയേ ഉള്ളൂ. എൻ്റെ അമ്മ ലിവർ സിറോസിസ്, നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ് എന്നാണ് മരിച്ചത്. അമ്മയുടെ വയറിങ്ങനെ വീർത്ത് വന്നപ്പോൾ ഇത് ഗ്യാസ് ആയിരിക്കുമെന്ന് പറഞ്ഞാണ് ഞാൻ വിചാരിച്ചത്. കൂടാതെ അമ്മ എപ്പോഴും എൻ്റെ കൂടെ ഫൈറ്റിങ്ങുമാണ്, ഞങ്ങൾ തമ്മിൽ എപ്പോഴും പോട്ടിയാണ്. അപ്പോൾ ഞാൻ പറയുന്നൊന്നും അമ്മ എടുക്കത്തില്ല. മുറ്റത്തമ്മലേക്ക് മണമില്ല എന്ന് പറഞ്ഞാൽ അമ്മ എടുക്കത്തില്ല. പക്ഷേ ഒരു പ്രാവശ്യമെങ്കിലും അമ്മയെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിരുന്നുവെങ്കിൽ അമ്മയ്ക്ക് ലിവർ സിറോസിസ് ഗ്രേഡ് എ ആണോ എങ്കിൽ ബി ആയിരുന്നെങ്കിൽ പോലും ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കൊണ്ട് എൻ്റെ അമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് ഇന്ന് ഞാൻ പോകുന്ന വഴിയിൽ ഇരുന്ന് ആലോചിച്ചു. അതുകൊണ്ട് വർക്കി കറക്റ്റാണ് പറഞ്ഞത്. ഞാനൊരു ദിവസം ഏതെങ്കിലും സമയത്ത് കയറിപ്പോവും, പക്ഷെ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ചാടിക്കളയും. കാരണം ആ കുറ്റബോധം ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ ഒരു പുകച്ചിലായിരിക്കും നമുക്ക്, പറ്റിയില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ പിന്നെ കൊണ്ട് ഞാൻ വയ്ക്കുന്നത് അമ്മേൻ്റെ കൂടെ ഫൈറ്റായിരുന്നു, മനസ്സിലാക്കാനായിട്ട് തയ്യാറായില്ല. അമ്മയ്ക്ക് വേറെ പലരെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ അമ്മ ഇഷ്ടപ്പെടുന്ന ഡോക്ടർ, അമ്മ ഹോസ്പിറ്റലിലെ നഴ്സിംഗ് അസിസ്റ്റൻ്റായിരുന്നു. അപ്പോൾ അമ്മ വിശ്വസിക്കുന്ന കുറേ ഡോക്ടർമാർ, കുറേ ആശുപത്രിക്കാർ, അവർ പറയും, അവർ മരുന്നെടുക്കും, അമ്മ അത് കഴിക്കും, അങ്ങനെ അങ്ങ് പോകും. വിദഗ്ധ ചികിത്സയ്ക്കോ വിദഗ്ധ പരിശോധനയ്ക്കോ ഒന്നും അമ്മ പോയില്ല, അമ്മ തയ്യാറായില്ല. ഞാൻ പക്ഷേ അതിന് കൊണ്ടുപോകാൻ തയ്യാറായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ചിന്തകളോ കാര്യങ്ങളോ വീട്ടിൽ അമ്മ കൊണ്ടുവന്നതുമില്ല. അമ്മ എല്ലാം അടക്കി പിടിച്ച് കംപ്ലീറ്റ് പോയി. അപ്പോൾ അമ്മയുടെ കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. നമ്മുടെ പ്രഷർ മാറും, നമ്മുടെ ലെവൽ മാറും. ഞാൻ നമ്മുടെ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്ന ഒരു സാധനം. അപ്പൊ നാളെ നമ്മുടെ സൂപ്പർ ജിംനി സിനിമ റിലീസിന് ഒരുങ്ങുകയാണ്. അത് ആശംസ പറയാമോ നമ്മുടെ സിനിമ? ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. എൻ്റെ സൂപ്പർ ജിംനി മാത്രമല്ല, ഞാൻ ഈ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്ന് പലർക്കും അറിയാം, ഇതിൽ പണം ഉണ്ടാക്കി കൊണ്ടുപോയി എൻ്റെ ഭാര്യയും മക്കളെയും വളർത്താൻ വേണ്ടിയല്ല. ഇതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ, സാമ്പത്തികം കിട്ടിയാൽ, അത് നല്ലൊരു വീതവും വൃദ്ധസദനങ്ങളെയാണ് ഞാൻ സഹായിക്കുന്നത്. കാരണം എൻ്റെ അമ്മയ്ക്ക് തുല്യമായ അമ്മമാർ കേരളത്തിലെ വൃദ്ധസദനങ്ങളിൽ കിടപ്പുണ്ട്, അവരെ തീറ്റിപ്പോറ്റണം. പിന്നെ ക്യാൻസർ ആൻഡ് ഡയാലിസിസ് നടത്തുന്ന സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള സാമ്പത്തിക സഹായമാണ്. പിന്നെ അച്ഛനില്ലാതെ അമ്മ വളർത്തുന്ന, അമ്മയില്ലാതെ അച്ഛൻ വളർത്തുന്ന സിംഗിൾ ചൈൽഡ് പാരൻറ്റ് പഠിക്കാൻ മിടുക്കിയാണ് സ്കൂളിലുള്ളതെങ്കിൽ അവർക്കുള്ള പഠനോപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. ഇതെനിക്ക് ഫൗണ്ടേഷനുണ്ട്, ട്രസ്റ്റുണ്ട്, പക്ഷേ ഞാൻ പിരിച്ചു കൊടുക്കാറില്ല. ഞാൻ പണി ചെയ്തെടുത്തിട്ട് കിട്ടുന്നതെന്നാണ് ഞാൻ ഈ ചാരിറ്റി ചെയ്യുന്നത്. അപ്പോൾ ഈ സിനിമയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പടങ്ങൾ നന്നായിട്ട് വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഡിമാൻഡാകും. അപ്പോൾ നമുക്ക് കൂടുതൽ പേരെ കേരളത്തിൽ സഹായിക്കാൻ പറ്റും. ആ ചാരിറ്റിയാണ്. ഇപ്പോൾ ബിഗ് ബോസിൽ അന്ന് എനിക്ക് ആ ഫ്ലാറ്റ് കിട്ടിയിരുന്നെങ്കിൽ പോലും ഞാൻ തെരുവിലെ ഓർഫൺസിലുള്ള ഒരു 2 ഫാമിലിക്ക് 3 ഫാമിലിക്ക് ഒന്നീ അത് കൊടുക്കും, അല്ലെങ്കിൽ വിറ്റിട്ട് ആ പൈസ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമെന്നായിരുന്നു ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തത്. പക്ഷേ നടന്നില്ല. അത് പോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് സിനിമയിൽ വന്നത് എനിക്ക് ഫ്ലാറ്റുകളും ബംഗ്ലാവുകളും റോൾസ് റോയ്സുകളും വാങ്ങിക്കാൻ വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് വന്നത്. പ്രശസ്തിക്ക് വേണ്ടി ഞാനിപ്പോൾ സിനിമയ്ക്ക് പോകണ്ട. കാരണം ബിഗ് ബോസിൻ്റെ തന്നെ 10ൽ 2 പേര് എങ്കിലും എവിടെയെങ്കിലുമൊക്കെ അറിയും കേരളത്തിൽ മലയാളികൾ. അതൊക്കെ ധാരാളം. അപ്പോൾ ഞാൻ ഇത്ര മാത്രമേ ആവുകയുള്ളൂ. ഒന്നും അല്ലാത്ത ഞാൻ ഇവിടം വരെയൊക്കെ എത്തി. അപ്പോൾ ഇന്ന് എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ കാസർഗോഡ് പോലും എൻ്റെ അമ്മ പോകുമ്പോൾ അമ്മയുടെ ഏറ്റവും വലിയ ദുഃഖം, അയ്യോ ഞാൻ പോയ എൻ്റെ മകൻ ആരും ഇല്ലല്ലോ, ഒറ്റയ്ക്കാണല്ലോ എന്നുള്ളതാണ്. പക്ഷെ അമ്മ പോയി കഴിഞ്ഞപ്പോഴാണ് എന്നെ ബിഗ് ബോസിൽ ദൈവം എത്തിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കാസർഗോഡ് പോയിട്ടോ അല്ലെങ്കിൽ കന്യാകുമാരി കേരളത്തിൽ തിരുവനന്തപുരത്ത് പോയിട്ടോ ഞാൻ റോഡിൽ വീണ് ഞാൻ മരിച്ചു പോയാൽ പോലും അവിടെ 10 പേര് കണ്ടിട്ട് അയ്യോ ഇത് നമ്മുടെ രജിത്തേട്ടനാണെന്ന് പറഞ്ഞ് കൃത്യമായിട്ട് പൊക്കി എവിടെ കൊണ്ടുവരും? എൻ്റെ വീട്ടിൽ കൊണ്ടുവരും. അനാഥപ്രദമായിട്ട് പോവില്ല. അത് ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഒരു ബലം തന്നെയാണ്. എനിക്ക് യാതൊരു സംശയമില്ല. അത് ദൈവാനുഗ്രഹവും നല്ല മനസ്സുള്ള ആൾക്കാരുടെ ഇത്രയൊക്കെ ആഗ്രഹങ്ങളുള്ളൂ. പിന്നെ പഴയ ഒരു പാഷനാണ് എൻ്റെ കഴിവുകൾ കലാരംഗത്തൂടെ വികസിപ്പിച്ചിട്ട് കുറേ സാമ്പത്തികം എനിക്ക് പുതിയതായിട്ടൊരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങിക്കൊണ്ട് നല്ല ചെറിയ സിനിമകൾ എടുക്കുക, പുതിയ തലമുറയിലെ പല കുട്ടികളെയും പല വ്യക്തികളെയും പഴയ അതും പുതിയതുമായിട്ട് പഴയ ആർട്ടിസ്റ്റുകളും കുറേ പുതിയതുമായിട്ട് പിള്ളേർക്ക് അവസരങ്ങൾ കൊടുത്ത് ഒന്നും ഇത്രയേ ഉള്ളൂ. അതെ ലാസ്റ്റിൽ ഒരേ കാര്യം പറയണം. ഞാൻ ഈ ഭൂമി വിട്ടു പോകുമ്പം രജിത്തേട്ടൻ പോയത് ഭയങ്കര ഒരു നഷ്ടമായി പോയി എന്ന് പറയണം. ഈ ചിലർ പോകുമ്പോൾ പറയില്ലേ, ആശ്വാസമായി. അതാവാൻ പാടില്ല. അയ്യോ രജിത്തേട്ടൻ പോയി, അതൊരു നഷ്ടമാണ്. ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് ഞാൻ ഔട്ടായി പോയി കഴിഞ്ഞപ്പോൾ പല വീടുകളിലും കുട്ടികൾ ആഹാരം കഴിച്ചിട്ടില്ല എന്നാണ്. ഹൈക്കോടതിയിൽ തന്നെ നമ്മുടെ സീരിയൽ നടനായിട്ടുള്ള കൃഷ്ണയുടെ വൈഫ് ശിഖ എന്ന് പറയും, ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റാണ്. കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ ശിഖ എന്നെ വിളിച്ചു പറഞ്ഞു, ടോക്കച്ചിൽ ശിഖയുടെ 2 മക്കൾ പഠിക്കുന്നുണ്ട്, 5ലോ 6ലോ 4ലോ. അവരെന്നെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഒന്ന് മക്കളോട് സംസാരിക്കുക, 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ചേട്ടൻ അവിടെ നിന്ന്. ആ കുട്ടികളാണ് നമ്മളെ സ്നേഹിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് എല്ലാ മതത്തിലും എന്നെ സംബന്ധിച്ച് ഞാൻ മത അതീതനാണ്. മനസ്സിലായി? മത അതീതനാണ്.
ഇനി കല്യാണം കഴിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഒരു പക്ഷേ കുറേ പ്രായമാകുമ്പോൾ ഒരു കൂട്ട് വേണം എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ചിലപ്പം പ്രവാചകൻ പറഞ്ഞ പോലെ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിന്നോ ഹിന്ദുവെന്നോ അത് ആരോ ആയിക്കോട്ടെ, പക്ഷേ മതബോധവും ദൈവബോധവും ഒക്കെ ഉള്ളത് അവരൊക്കെ നമ്മളെ കാര്യമായി നോക്കും. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഓടിക്കിടഞ്ഞാൽ ഞാൻ വഴി കിടക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം തകർന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു നല്ല ഒരു സ്ത്രീയെ, നല്ല സ്ത്രീ സുന്ദരി എന്നല്ല എൻ്റെ അർത്ഥം, കെയറായിട്ട് നമ്മൾ നോക്കുന്ന ആരെയും നാം നോക്കിയാൽ അത് വേണ്ട സമയത്ത് ഒരു പക്ഷേ ദൈവം അത് വരുത്താൻ സാധ്യതയില്ല. അങ്ങറ്റം വരെയും എനിക്ക് മോക്ഷം എന്ന് പറയുന്ന ഒരു തലമാണ് ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങറ്റം വരെയും മറ്റൊരാളിൻ്റെ സഹായം ഇല്ലാതെ കൊണ്ടെത്തിക്കാൻ പറ്റുമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് ഞാൻ മുസൽമാനാണ്, ക്രിസ്ത്യനാണ്, ഹിന്ദുവാണ്, പാഴ്സിയാണ്, സിഖാണ്, ജൈനാണ്, ഇതെല്ലാം എനിക്ക് ചുറ്റുവട്ടത്തേ ഉള്ളൂ. എൻ്റെ ഉള്ളിൽ ഒരേ ഒരു ദൈവം, ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തി, സൃഷ്ടാവ്. ആ സൃഷ്ടാവ് എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ ചതിക്കില്ല, പറ്റിക്കില്ല, വഞ്ചിക്കില്ല, ദ്രോഹിക്കില്ല, ആർക്കും ദോഷം ഉണ്ടാകുന്ന ഒരു കാര്യം ചെയ്യില്ല. ഏതെങ്കിലും എന്നെക്കുറിച്ച് എന്തെങ്കിലും കള്ളം പറഞ്ഞു വരുത്തിയാലും എന്നോട് ധൈര്യമായി ചോദിക്കാം. കാരണം ഏഷ്യാനെറ്റിൻ്റെ ഒരു സീരിയൽ വന്നിരുന്നു, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു. അതിൽ ഞാൻ കൃഷ്ണപ്രഭയും നമ്മൾ കല്യാണം കഴിച്ചു. ഇന്നലെ ഞാൻ കോഴിക്കോട് ഷൂട്ടിന് പോയപ്പോൾ അവിടെ ലൊക്കേഷനിൽ വന്ന ഒരു ചേച്ചി എന്നോട് ചോദിച്ചു, വൈഫിനെ കൊണ്ടുവന്നില്ലേ ഇന്നലെ കൂടെ. ഞാൻ പറഞ്ഞ അത് സിനിമയിലേക്കാണ്, എൻ്റെ സ്വന്തം അല്ല, ഇതെൻ്റെ നല്ല എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ രക്ഷപ്പെട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ഡൗട്ട് ആർക്കുണ്ടെങ്കിലും എന്നോട് നേരിട്ട് ചോദിക്കാം. ഞാൻ തല പോയാലും 99.9% കള്ളം പറയില്ല. സന്തോഷേട്ടൻ എന്താ പറയാനുള്ളത്? ഇപ്പൊ സിനിമയും റിലീസ് ആയതായി, വിജയിക്കട്ടെ, നല്ല സിനിമകൾ വിജയിക്കട്ടെ. താങ്ക് യു വലിയൊരു കാര്യം. തീർച്ചയായും സന്തോഷിന്റെ ബ്ലെസ്സിങ് എന്നൊക്കെ പറയുന്ന ഒരു ഡിവൈൻ ബ്ലെസ്സിങ് ആണ്. സന്തോഷിനെ ഇരുത്തി പൊക്കുന്നല്ല, സന്തോഷിനെ ഇരുത്തി സോപ്പിടുന്ന. ഞാൻ ആരെ സോപ്പിടുന്ന ആളല്ല. അംഗീകരിക്കാത്ത ആളിന്റെ ഉള്ളിലുണ്ടാകുന്ന ആ വേദന കാണുന്നത് ഒരു ഇൻവിസിബിൾ പവറാണ്. ആ വേദന കാണുന്നത് ആ പവറിന് മാത്രമേ അത് കാണാൻ പറ്റത്തുള്ളൂ. നമ്മൾ മനസ്സ് വേദനിച്ചിട്ട് ഒരു അനുഗ്രഹം കൊടുക്കുക, നമ്മൾ മനസ്സ് വേദനിച്ചിട്ട് ഒരു വിഷമം പറയുക അല്ലെങ്കിൽ ചെയ്യുക, അതപ്പം ഫലത്തിൽ വരും, ആൾ സിൻസിയർ ആണെങ്കിൽ. മനസ്സിലായി? അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത്, അല്ലെങ്കിൽ വേദങ്ങളിൽ പറഞ്ഞത്, അന്യായമായി പറയുന്ന ശാപം എങ്ങും ഏക്കത്തില്ല. പക്ഷെ അതിനൊരു അർത്ഥം ഉണ്ടെങ്കിൽ, നിന്റെ ഉമ്മ നിന്നെ പൊന്നുപോലെ നോക്കി, വാപ്പ നിനക്ക് വേണ്ടി ജീവിച്ചിട്ട് നീ ഇന്നലെ കണ്ട ഒരുത്തിൻ്റെ അവിടെ പുറകെ ഇറക്കിയാടി ഓടിക്കഴിയുമ്പോൾ, അവരൊന്ന് എരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആ പണി ഒരു 8ന്റെ പണിയായിട്ടൊക്കെ വരും. ഇപ്പൊ കണ്ടോ, രജിച്ചാറ് പോലത്തെ ഒരാള് പറയുന്നത് എന്നാലും ഇപ്പൊ പ്രൊഫസർ അങ്ങനെ പറ്റില്ല. സന ഡയറക്ടറായിട്ട് വന്നിട്ട് എന്നെ നേരത്തെ പറഞ്ഞ സിനിമയിൽ ആർട്ടിസ്റ്റായിട്ട് വിളിക്കുമ്പോൾ സന എന്നോട് പറയാണ്, ഈ സീനിൽ രജിത്തേട്ട റേപ്പാണെന്ന് പറയുമ്പോൾ ഞാൻ സനയുടെ മുമ്പ് വെച്ചിട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ അതിന് അയ്യോ ഞാൻ പ്രൊഫസറാണ്, ഡോക്ടറേറ്റ് ആണ്, ആനയാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഈഗോ വരും. ഈഗോലെസ് സ്റ്റേറ്റ് ആണ് ആർട്ടിസ്റ്റ് എന്ന് ഉണ്ടാവേണ്ടെന്ന് വിശ്വസിക്കുന്നതാണ്. അപ്പൊ രജിത്തേട്ടൻ പോലെ ഒരാള് പറഞ്ഞേക്കുവാണ്. എനിക്കൊരു ബ്ലെസ്സിംഗ് ഉണ്ട്. തീർച്ചയായിട്ടും സന്തോഷ് വർക്കി താമസിയാതെ ഡോക്ടർ സന്തോഷ് വർക്കി എന്ന പേരിൽ അറിയപ്പെടട്ടെ. അത് എടുത്ത് കാണിച്ചു കൊടുക്കുക. അതെ, അങ്ങനെ ഒരു മോട്ടിവേഷൻ. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇത്ര നാളെ അല്ല അക്കാഡമി ലൈൻ വിട്ടു പോനെ, അത് പറ്റൂല. ഞാനത് നിന്നിലേക്ക് ഏൽപ്പിച്ചു. ഇനി എന്തായാലും പോവല്ലേ, നിന്നിലേക്ക് ഏൽപ്പിച്ചു. ഞാൻ ആർട്ടിസ്റ്റ്, എനിക്ക് 2 ചുമക്കാൻ പറ്റില്ല. ഞാൻ ഏതാണോ ചെയ്യുന്നത് അതിൽ ഞാൻ അങ്ങറ്റമായി. അതാണ് എന്റെ ഒരു ശീലം എന്ന് പറയുന്നത്. അപ്പൊ നാളെ സിനിമ റിലീസിന് ഒരുങ്ങുകയാണ്. അപ്പൊ വൻ വിജയകരമാട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പൊ രണ്ടുപേരും ആഗ്രഹിച്ചൊക്കെ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്ര നേരം ഞങ്ങളുടെ ഒപ്പം ക്ഷമയോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു. സനയോടൊപ്പമുള്ള കുറച്ച് സമയം നല്ല എൻജോയ്മെന്റ് ആയിരുന്നു. ഹാർഡ് വർക്ക് ചെയ്യണം. അന്നെ കണ്ട ഹാർഡ് വർക്കർ ആണോ എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. ഇംഗ്ലീഷ് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല, പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളായിരുന്നെങ്കിൽ കുറച്ച് ക്ഷീണമൊക്കെ കണ്ടേനെ. ആ ക്ഷീണമൊന്നും മുഖത്ത് കാണുന്നില്ല. അങ്ങനെ പറയരുത്, നമ്മളെപ്പോഴും കാണിച്ചോണ്ട് നടക്കാൻ പാടില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം നല്ല രീതിയിൽ വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. മീഡിയയ്ക്കും എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു.